നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. HP പവലിയൻ സീരീസിലുള്ള ഒരു പുതിയൊരു ലാപ്ടോപ്പ്. ഈ ഒരു ലാപ്പാണ് നമ്മളിന്ന് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ പുറത്തൊക്കെയായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ സംഗതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സീരിയൽ നമ്പറും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രം, ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ചെറിയ സംഗതികളൊക്കെ ബോക്സിൻ്റെ പുറകിലായിട്ട് എഴുതിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഹോം സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഫോട്ടോയും അങ്ങനെയൊക്കെ മാത്രമേ ബോക്സിൻ്റെ പുറത്തുള്ളൂ. നമ്മളിത് ഓൾറെഡി ബോക്സ് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് കോഴിക്കോട് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഓൾറെഡി ഇത് അവർ അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഷോപ്പിൽ ഒരുപാട് ലാപ്ടോപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും അല്ല കേട്ടോ വാങ്ങുന്നത്, ഇതൊക്കെ അവിടെ വേറെ ഓരോരോ മോഡലുകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാപ്പാണ് നമ്മൾ വാങ്ങുന്നത്. ഏകദേശം 68,000 രൂപയാണ് ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ച സമയത്ത് ഈ ഒരു ലാപ്ടോപ്പിനായത്. ആദ്യം തന്നെ ഞങ്ങളിത് ലൈവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ളത്. പുതിയ ലാപ്പാണ്. ആദ്യം തന്നെ ഇതിൻ്റെ i5 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത്. അപ്പോൾ നമ്മൾ ലൈവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ ലാപ്ടോപ്പ് എടുത്തത്. ഇതിന് ഗ്രാഫിക്സ് കാർഡില്ല, 512 GB SSD ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ക്യാമറയൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറ തന്നെയാണ്. നല്ല വലിയൊരു പെർഫോമൻസ് ഒന്നുമില്ല, നല്ല ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് ആ ഒരു ക്യാമറ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. നമ്മളത് കടയിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ സംഗതികളൊക്കെ അവിടുത്തെ ഒരു ഷോപ്പിലുള്ള ഒരാൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷോപ്പിനകത്താണ് ഞങ്ങളുള്ളത്. കോഴിക്കോടിലുള്ള HP ഓഫീസിൽ, അതായത് HP ഒരു ഷോറൂമിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കാര്യമായിട്ടൊന്നും നമുക്ക് ഫ്രീ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു ഹെഡ്സെറ്റും ഒരു മൗസാണുള്ളത്, ബാഗൊന്നുമില്ല. അപ്പോൾ ഉണ്ട് ഇവിടെ വേറെ കുറേ ഗെയിമിംഗ് ലാപ്പുകളൊക്കെ ഉണ്ട്. നമ്മളിതൊന്നുമല്ല വാങ്ങുന്നത്. അപ്പോൾ ഒരു HP തന്നെ വേറൊരു ഗെയിമിംഗ് ലാപ്പുമാണ്. ഇവിടെ വേറൊരു മോഡൽ ലാപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ ഷോപ്പിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളാദ്യം നമ്മുടെ ലാപ്ടോപ്പിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, അതിൻ്റെ സെറ്റിങ്സുകൾ, അതിൻ്റെ അക്കൗണ്ടുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടൈമിങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മുടെ ലാപ്പ് 11th ജനറേഷൻ ആണ് വരുന്നത്. പ്രൊസസ്സർ i5 ആണ് വരുന്നത്. 16 GB റാം നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിനുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് അതിൻ്റെ ഓരോ പേരുകളും സംഗതികളൊക്കെ എഴുതിയതായിട്ട് കാണാം. ലൈവിന് വേണ്ടി ആയതുകൊണ്ട് ഇതിന് ഗ്രാഫിക്സ് കാർഡില്ല. അപ്പോൾ വലിയൊരു എഡിറ്റിംഗ് പെർഫോമൻസ് ഒന്നും ഇതിൽ പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും ചെറിയ രൂപത്തിൽ ഫോട്ടോഷോപ്പും ചെറിയ സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. തീരെ വെയിറ്റ് ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഈ ഒരു ലാപ്പ് വളരെയധികം ഉപകാരപ്രദമാണ്. 16 GB റാം വരുന്നുണ്ട്. സ്ക്രീൻ സൈസ് പരിശോധിക്കുകയാണെങ്കിൽ 35.56 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഒരു പവലിയൻ സീരീസ് ആയതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് നമുക്ക് വരുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റൊന്നും നമുക്ക് ലാപ്പിലധികം നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കില്ല. ലൈവിനായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ല. കാരണം നമ്മളൊരു ബഡ്ജറ്റ് മെയിനായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങിയത്. 2021 മോഡലാണ് ഈ ഒരു ലാപ്പ് വരുന്നത്. വലിയൊരു കുഴപ്പമൊന്നുമില്ല, വെയിറ്റും കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സൈഡിലായിട്ട് തന്നെ അതിൻ്റെ USB പോർട്ടും HDMI പോർട്ടും ഒക്കെ നമുക്ക് കാണാം. ഒരു SD കാർഡിൻ്റെ ഒരു പോർട്ടും ചാർജ് ചെയ്യാനുള്ള ചെറിയൊരു പോർട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു വെയിറ്റ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സിൽവർ കളറാണ്, അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം പറയുക.